ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് വേണ്ടി കോറോം പയ്യന്നൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസർ ശ്രീ ഒ ഉണ്ണികൃഷ്ണൻ സർ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഹെൽത്ത് ടിപ്സിൻ്റെ ഒരു ക്ലാസ് എടുക്കുകയാണ്. എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഇത് വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുക. My dear students, very good morning all of you. Today I am talking about the importance of warming up. You know what I mean by warming up. Warming exercise is highly essential for any strenuous activities. There are so many advantages of warming up. Before we do any intense exercise, we need to do warming up. It is highly essential, as I told earlier. നമുക്കിനി മലയാളത്തിൽ നമുക്ക് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ ആദ്യം നാം ചെയ്യേണ്ടത് വാമിംഗ് അപ്പാണ്. നമുക്കറിയാം യൂട്യൂബിൽ ഒരുപാട് എക്സസൈസ് ടിപ്സ് ഉണ്ട്. പക്ഷേ ആ ടിപ്സ് ഒരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടാണ് പറയുന്നത്. പക്ഷേ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോഴും നമുക്ക് ജനറൽ വാമിംഗ് അപ്പ് പറയണം. ഞാനിപ്പോൾ ക്ലാസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഡെഫിനേഷൻ ഓഫ് വാമിംഗ് അപ്പ്: ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ടു എൻഹാൻസ് ദ ബോഡി ടെമ്പറേച്ചർ. സ്വാഭാവികമായിട്ട് നമ്മുടെ സ്വാഭാവിക ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത് വാമപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അല്പം കൂടും, അത് പ്രയാസമില്ല. പക്ഷെ അത് മെൻ്റൽ അലർട്ട്നെസ് നമുക്ക് ശരിയായ രീതിയിൽ ലഭിക്കും. ഇനി വാമപ്പിൻ്റെ അഡ്വാൻറ്റേജ് ഞാൻ പറയാം. വാമപ്പ് നമ്മുടെ ശരീരത്തിൽ ഒരു ഗ്രേറ്റ് സേഫ്റ്റിയാണ്. ഗ്രേറ്റ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്കത് ശരീരത്തിൻ്റെ മെൻ്റൽ അലർട്ട്നെസ്, ഈ സോർനെസ് ഉണ്ടാവില്ല, മസിൽ പുൾ ഉണ്ടാവില്ല, മസിൽ ടോൺ ശരിയായിട്ട് ലഭിക്കും. രണ്ടാമത്തത് നമുക്ക് ഫിസിയോളജി ഓഫ് എക്കണോമി. ഫിസിയോളജി മീൻസ് ഫങ്ഷൻസ് ഓഫ് ദ ബോഡിയാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ഫങ്ഷനാണ്. ഇപ്പോൾ COVID-19 പശ്ചാത്തലത്തിൽ ഈ റെസ്പിറേറ്ററി അവയവത്തിനാണ് ഈ വൈറസ് ബാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാമപ്പ് ഡീപ്പ് ബ്രീത്ത് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ റെസ്പിറേറ്ററി എഫിഷ്യൻസി കൂടും, നമ്മുടെ റെസ്പിറേറ്ററി അവയവത്തിൻ്റെ സ്ട്രെങ്തൻ കൂടും. അത് വളരെയേറെ പ്രയോജനപ്പെടും. രണ്ടാമത്തെ നമ്മുടെ സർക്കുലേറ്ററി. വാമപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡിലെ ഓക്സിജൻ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും സപ്ലൈ ചെയ്യാൻ പറ്റും. മൂന്നാമത്തത് നമുക്ക് ഡൈജസ്റ്റീവ് ഫങ്ഷനാണ്. നമുക്ക് നല്ല ഡൈജഷൻ കിട്ടും. അതേമാതിരി തന്നെ വേസ്റ്റ് എലിമിനേഷൻ, നമ്മുടെ ശരീരത്തിൻ്റെ വേസ്റ്റ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഈ 4 അഡ്വാൻറ്റേജ് വളരെ പ്രധാനപ്പെട്ടതാണ് വാമിംഗ് അപ്പിൽ. ഈ വാമിംഗ് അപ്പിൻ്റെ ഡ്യൂറേഷൻ ഞാൻ പറയും, ഇത് 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ വാമിംഗ് അപ്പ് ചെയ്യും. സാധാരണ ഇത് മിതമായ വ്യായാമം ചെയ്യുന്നവർക്കാണ്. ഇപ്പോൾ അത്ലറ്റ്സിനെ സംബന്ധിച്ച് നമുക്ക് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ അത്ലറ്റ്സ് ചെയ്യേണ്ടി വരും. അത് കോമ്പറ്റീഷൻ സക്സസ്സിന് വേണ്ടിയിട്ടാണ്. അതേമാതിരി തന്നെ നമുക്കറിയാം, വാമപ്പ് ഇപ്പം ഡാൻസ് പെർഫോമർ വാമപ്പ് ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ സ്പീക്കേഴ്സ് വാമപ്പ് ടു ആൻ ഓഡിയൻസ്, നമ്മൾ അത്ലറ്റ്സ് വാമപ്പ് ചെയ്യുന്നുണ്ട്. ഏത് കാര്യത്തിനും വാമിംഗ് അപ്പ് വളരെ എസെൻഷ്യലാണ്. ഇനി ഞാൻ പറയുന്നത് കുറച്ച് വാമിംഗ് അപ്പിൻ്റെ ടൈപ്സ് ഓഫ് വാമിംഗ് അപ്പ്. നമുക്കറിയാം, പാസീവ് വാമിംഗ് അപ്പിൻ്റെ ആക്റ്റീവ് വാമിംഗ് അപ്പ് ഉണ്ട്. ആക്റ്റീവ് വാമിംഗ് അപ്പ് മീൻസ് നമുക്കൊരു സെറ്റ് ഓഫ് എക്സസൈസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ട് ചെയ്യുന്നതാണ് ആക്റ്റീവ് വാമിംഗ് അപ്പ്. നമ്മൾ ജോഗിങ്, വാക്കിങ്, റണ്ണിങ്, ജമ്പിങ് ജാക്ക്, റോപ്പ് സ്കിപ്പിംഗ്, ഇതൊക്കെ നമുക്ക് വാമിംഗ് അപ്പിൽ പെടുത്താവുന്നത്. ഇനി പാസീവ് വാമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മസാജാണ്. പക്ഷേ COVID പശ്ചാത്തലത്തിൽ നമ്മൾ സെൽഫ് മസാജ് ചെയ്യാം, പക്ഷേ മറ്റുള്ളവരെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുന്നത് ശരിയല്ല. അതേമാതിരി സൺബാത്ത്. ഓക്കെ, ഫുഡ് ടു ഹെഡ് വാമിംഗ് പിന്നെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത് ശ്രദ്ധിക്കുക. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വാമിംഗ് അപ്പ് നമുക്ക് ഫെസിലിറ്റീസ്, ചില കുട്ടികൾ പറയാൻ എക്സസൈസ് ചെയ്യാൻ ഫെസിലിറ്റീസ് ഇല്ലാതെ. പക്ഷെ നമുക്ക് ആദ്യത്തായിട്ട് വാമിംഗ് അപ്പ് ചെയ്യുമ്പോൾ 2 ലാപ്സ് ഓടിയിട്ട് കുറച്ച് ചെയ്യാം. ഇപ്പം നമ്മൾ ചെറിയ സ്പേസിൽ നിന്ന് ഉപയോഗിച്ചിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഫുഡ് ടു ഹെഡ് വാമിംഗ് അപ്പ്. ആദ്യം തന്നെ നമുക്ക് ജമ്പിങ് എക്സസൈസ് ചെയ്യാം, ജമ്പിങ് ജാക്ക് എക്സസൈസ്. 1 2 കൗണ്ട് ജമ്പിങ് ജാക്ക്, 1 2 1 2 1 2 1 2. ഇത് കാലിസ്തനിക്സ് എന്ന് പറയും, ഫ്രീ ഹാൻഡ് എക്സസൈസ് എന്ന് പറയും. അത് തന്നെ നമ്മുടെ ഫ്രണ്ട് ജമ്പിങ് ജാക്ക്, ഫ്രണ്ട് ബാക്ക് സൈഡ് വെച്ച് 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. ഇതെല്ലാം ഓരോ എക്സസൈസും 10 to 20 സെക്കൻഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണം. നിങ്ങൾക്ക് റിപ്പീറ്റേഷൻ 5 or 10 times റിപ്പീറ്റ് ചെയ്യും. അടുത്ത് നമ്മൾ ജോയിൻറ്റ് മൂവ്മെൻ്റ് ആണ്. ശരീരത്തിൽ ഇപ്പം നിങ്ങൾക്കറിയാം, ഹ്യൂമൻ ബോഡി ഈസ് ഡിസൈൻ ടു മൂവ് ആണ്. നമ്മളെല്ലാ ജോയിൻറ്റ് മൂവിലാണ് നമുക്ക് തുടങ്ങുന്നത്. അത് നമ്മൾ കാലിൻ്റെ ജോയിൻ്റ് എടുത്തിട്ട് ആംഗിൾ ജോയിൻറ്റ്, ആംഗിൾ ഫ്ലെക്ഷൻ, ആംഗിൾ എക്സ്റ്റൻഷൻ, റൊട്ടേഷൻ, ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇതൊക്കെ ചെയ്യാം.
ഇത് ആംഗിളിൻ്റെ മൂവ്മെൻറ്റിന് വളരെയേറെ അഡ്വാൻറ്റേജസ് ആണ്. ഇത് ചേഞ്ച് ഓഫ് ലെഗ്, എക്സ്റ്റൻഷൻ, ഫ്ലെക്ഷൻ, റൊട്ടേഷൻ, ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്, ഇതൊക്കെ എല്ലാം 10 to സെക്കൻഡ് ചെയ്യാം. ഹീൽ റൈസ്, ടോ റൈസ്, ഹീൽ റൈസ്, ടോ റൈസ്, ഹീൽ റൈസ്, ടോ റൈസ്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടോന് ഇതിപ്പോൾ നല്ല നമുക്കിപ്പോൾ ഇത് കാഫ് മസിൽ, നമ്മുടെ ലോവർ പാർട്ട് എസ്പെഷ്യലി കാഫ് മസിലിൽ ആണ് ഇതിൻ്റെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നത്. കാഫ് മസിൽ ഹാഫ് സ്കോട്ട് എക്സസൈസ് ആണ് ഇത്. റോയിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് കിട്ടും. നമുക്കിപ്പോൾ ഒരു കിലോമീറ്റർ റോയ് ചെയ്യുന്നതിൻ്റെ ഗുണം കിട്ടും. ഒരു 10-15 ഹാഫ് സ്കോട്ട് എടുത്തു കഴിഞ്ഞാൽ ചെയ്ത് നോക്കും, ശ്രദ്ധിക്കും. 2 1 2 1 2 2. ഓക്കെ, ഇത് 10 ടൈംസ് ചെയ്യാം. പിന്നെ ഹിപ്പ് റൊട്ടേഷൻ. നമ്മുടെ ഹിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി 2 ഭാഗമായിട്ട് അപ്പർ ബോഡിയും ലോവർ ബോഡിയും, അത് വളരെ പ്രധാനപ്പെട്ടാണ് ഹിപ്പ്. ഒരു ഡയഫ്രമാറ്റിക് ബ്രീത്തിങ് ലഭിക്കും. ഇത് ക്ലോക്ക് വൈസും ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസ്. റിസ്റ്റ് റൊട്ടേഷൻ. അപ്പോൾ നമുക്കിതിൽ പറയുന്നത് റിസ്റ്റിന് എല്ലാ മൂവ്മെൻറ്റും ഉണ്ട്. നമുക്ക് സർക്കംഡക്ഷൻ, ഫ്ലെക്ഷൻ, എക്സ്റ്റൻഷൻ, ഇൻവേർഷൻ, എവേർഷൻ, ഈ മൂവ്മെൻറ്റെല്ലാം റിസ്റ്റിനുണ്ട്. എന്നാൽ എല്ലാ ബോഡിയിലെ എല്ലാ ജോയിൻറ്റിനും മൂവ്മെൻറ്റ് ഇല്ല. എസ്പെഷ്യലി നീക്ക് നമ്മൾ 2 ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും മാത്രമേ ഉള്ളൂ. ചില വീഡിയോയിൽ നീ റൊട്ടേഷൻ ഉണ്ട്, അത് ശരിക്കും പറഞ്ഞാൽ സയൻറ്റിഫിക് അല്ല. ഓക്കെ, എൽബോ റൊട്ടേഷൻ. Clockwise and anti-clockwise. Okay. All exercise. Okay, bend exercise, upper body bend. 1 2 3 4 5 6 7 8. എല്ലാ ഡയറക്ഷനും ഒന്നുകൂടി ചെയ്യാൻ. 1 2 3 4 5 6 7 8. 1 2 3 4 1 2 3 4. ലെഗ് സൈഡ് തന്നെ ചെയ്യാം. 1 2 3 4 1 2 3 4. After that, neck rotation ചെയ്യാം slowly. വളരെ ശ്രദ്ധിക്കുക. നെക്കിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ വളരെ സ്ലോലി, സാവധാനത്തിലേ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ക്ലോക്ക് വൈസും ചെയ്യാം, ആൻറ്റി ക്ലോക്ക് വൈസും. ഓക്കെ, ഇത്രയൊക്കെ ചെയ്താൽ നമുക്ക് ഇനി ഇരുന്നിട്ട് എക്സസൈസ് ചെയ്യാം. ഇരുന്നിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നീ പെയിനൊക്കെ നീ പെയിൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന എക്സസൈസാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇതേമാതിരി തന്നെ നമുക്ക് കാഫ് മസിലിന് സ്ട്രെങ്ത് കിട്ടും, ഹാംസ്ട്രിങ് മസിലിന് കിട്ടും, ആങ്കിൾ ജോയിൻറ്റ് കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ കാല് അപ്പ് ചെയ്യും. 1 2 3 4 5 6 7 8 9 ഡൗൺ. നെക്സ്റ്റ് ചേഞ്ച്. 1 2 3 4 5 6 7 8 9 ഡൗൺ. ഇതേമാതിരി ഇത് നീ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ കാലം ചെയ്യാം. 1 ഇതൊരു 10 to സെക്കൻഡ്. അബ്ഡോമിനലും സ്ട്രെങ്ത് ഉണ്ട്. ലെഗ് എക്സസൈസിന് സൈഡ് വേർഡ് ചെയ്യാം. 1 2 3 4 5 6 7 8 9 ഡൗൺ. 1 2 3 4 5 6 7 8 9 ഡൗൺ. ഇനി ഇത് നമുക്ക് ഇരുന്നിട്ട് ഫ്ലെക്സിബിലിറ്റി ചെയ്യാം. ബാക്ക് ഫ്ലെക്സിബിലിറ്റിക്ക് ഇത് എത്രമാത്രം നമുക്ക് ജോയിൻറ്റ് ബാക്ക് മസിലും അപ്പർ ബാക്ക് പെയിനൊന്നും ഒഴിവാക്കി കിട്ടുന്ന എക്സസൈസാണ് ഇത്, ഫ്ലെക്സിബിലിറ്റി ചെയ്യുന്നത്. ഇത് എല്ലാ എക്സസൈസും 10 to 20 സെക്കൻഡ് ചെയ്യാം.
ഈ എക്സസൈസ് ബാക്ക് ലൈൻ പൊസിഷൻ എക്സസൈസ് ആണ്. ശരിക്കും ഇത് റെക്ടസ് അബ്ഡോമിനിൽ നമ്മൾ ക്വാഡ്രിസെപ്സ്, ആംസ്ട്രിങ് മസിൽസ്, കാഫ് മസിൽസിന് ആംഗിൾ ജോയിന്റ് കിട്ടുന്ന ഒരു ഇതാണ്. ഒന്നുമില്ല, രണ്ടിങ്ങനെ ശരിക്കും കൈ നമ്മുടെ ശരീരത്തോട് അടുത്ത് വെച്ചിട്ട് കാല് രണ്ടും ഒരു 30 ഡിഗ്രി വെക്കുക. എന്നിട്ട് ഒരു 10 to 20 സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്യുക. ഇതാണ്. ഓക്കെ, ഇതും 10 to 20 ടൈംസ് ചെയ്യുക. ഇത് നമ്മുടെ ലോവർ അബ്ഡോമിനൽ മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസാണ്. ഇതേ എക്സസൈസിന് നമ്മൾ ഒരു ലെഗിന് മാത്രം ചെയ്യുക. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ ആംഗിൾ നല്ല ഫ്രണ്ടിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്യുക. ഇത് റൗണ്ടിൽ ചെയ്യുക, ഒരു 10 to 20 സെക്കൻഡിൽ ചെയ്യുക. നെക്സ്റ്റ് സെയിം എക്സസൈസിനെ നമുക്ക് 45 ഡിഗ്രിയിൽ ചെയ്യാം. അവരെ ഹോൾഡ് ചെയ്യുക. ഓക്കെ, ട്വൻറ്റി സെക്കൻഡ് ഓർ 20 കൗണ്ട് വരെ ഇവിടെ ഹോൾഡ് ചെയ്ത് വെക്കാം. സ്ലോലി ഡൗൺ. ദ സെയിം എക്സസൈസിന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പകുതി വരെ, അതായത് ഫുൾ ഭാഗം ശരിക്കും ഒരു പെർപെൻഡിക്കുലറായിട്ട് 90 ഡിഗ്രി വരെ കൊണ്ടുവരണം. slowly down. Okay, 20 seconds hold it. ഇതെല്ലാം നമുക്ക് വയറ്, മിഡിൽ അബ്ഡോമൻ, ലോവർ അബ്ഡോമൻ, അപ്പർ അബ്ഡോമൻ സ്ട്രെങ്തൻ, മസിൽ സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രണ്ട് ലൈൻ പൊസിഷൻ നമ്മൾ ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് ദ അപ്പർ ബോഡിയാണ്. ഇത് ആസനയിൽ പറഞ്ഞ ഭുജംഗാസനം. ശരിക്കും അപ്പർ ബോഡി സ്ട്രെങ്തനിങ് എക്സസൈസ് ആണ്. ഞാൻ ശരിക്കും കൈ ശരീരത്തോട് ചേർത്ത് വെക്കുക, എക്സ്റ്റെൻഡ് ചെയ്യുക, അപ്പർ ബോഡി എക്സ്റ്റെൻഡ് ചെയ്യുക. ഇത് 10 to 20 സെക്കൻഡ് ചെയ്യുക. സ്ലോലി ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇത് 5 to 10 റിപ്പീറ്റേഷൻ ചെയ്യുക. ഇത് എക്സസൈസിന് ബോത്ത് ലെഗ് എക്സ്റ്റൻഷൻ. ഇത് ലോവർ പാർട്ടിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എക്സസൈസാണ്. ഇത് ലോ ബാക്ക് പെയിൻ വളരെ അടിപൊളിയാണ് എക്സസൈസ്. ഇത് 10 to 20 സെക്കൻഡ്. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഇമ്പോർട്ടൻസ് ഓഫ് വാമിംഗ് അപ്പ് ആണ്. പക്ഷെ നമുക്കൊരു കാര്യം എസെൻഷ്യൽ പോയിന്റ് കൂളിംഗ് ഡൗൺ ആണ്. വാം അപ്പ് പറയുമ്പോൾ വാം ഡൗൺ ആണ്. ഈ വാം അപ്പ് എക്സസൈസ് നമുക്ക് ഡ്യൂറേഷൻ 5 മിനിറ്റ്. അത് ചെയ്യാവുന്നത് ശരിക്കും വോൾ പ്രസ്, ശവാസന, സ്ലോ ജോഗിങ്, സ്ലോ റണ്ണിങ്, സ്ലോ വാക്കിംഗ്, ഈ ലോ ഇൻറ്റൻസിറ്റിയിൽ ചെയ്യും. ഇത് ശരിക്കും മിതമായ ഇൻറ്റൻസിറ്റിയിലാണ് ഈ എക്സസൈസ് ചെയ്യുന്നത്. ഹൈ ഇൻറ്റൻസിറ്റി ചെയ്യുന്നത് നമുക്ക് ഈ കോമ്പറ്റീഷൻ മത്സരത്തിന് വിജയികൾക്കേ ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ സാധാരണഗതിയിൽ മിതമായ എക്സസൈസ് ചെയ്താൽ ശരീരത്തിന് വേണ്ടുന്ന എക്സസൈസ് ശരിക്കുമായി. അതുകൊണ്ട് അരമണിക്കൂറെങ്കിലും, ഒരു രാവിലെ വൈകുന്നേരം അരമണിക്കൂറെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ട് വ്യായാമം ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തി വളരെയേറെ വർദ്ധിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട്